ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ആരാണ് പാട്ട് പാടുന്നത്? പാട്ട് പാടുന്ന ആൾ നമുക്ക് ഇങ്ങോട്ട് നിന്നിട്ട് മൈക്കിൽ പാടാം. അവർ കളിക്കുമല്ലേ? ഇവിടെ നിന്നാ പോരെ ക്യാമറ അല്ലേ? എന്ന് നമുക്ക് അതിൻ്റെ മെയിൻ ഭാവങ്ങളും ആ സ്പീഡിലങ്ങ് അല്ലേ? റെഡി അല്ലേ? ഇച്ചിരി കൂടെ നീങ്ങുന്നു. ഇത് വേറെ ടീമാണോ? വരൂ, മാഷിന്റെ ടീം എല്ലാം വരും. നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കളിക്കാം. അങ്ങനെ ഉണ്ടാവും. അത് പിന്നെ അടിപൊളിയാവൂല്ലേ? എല്ലാ ടീമിനും നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഏത് മതി? അങ്ങനെ ഒരുമിച്ച് കളിക്കാം അല്ലേ? അന്ത് ഇവരും നമ്മൾ മിക്സ് ചെയ്ത് കളിക്കാം. അവരുടെ ഡ്രസ്സിന് ഒരു കളർ വ്യത്യാസമുണ്ട്. മാഷ് കൃത്യമായിട്ടാണ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളാണ്? AVS GHSS കരുവള്ളൂർ. അല്ല, ജില്ല കണ്ണൂർ. അങ്ങനെ പറയാ, നമുക്ക് സ്ഥലപ്പേര് നമുക്ക് കണ്ണൂർ ജില്ലയാണ്. മാഷിന്റെ കണ്ണൂർ ജില്ലയും തൃശ്ശൂർ ജില്ലയും ഒരുമിച്ച് കളിക്കാൻ പോവാം. അങ്ങനെ ഉണ്ടാവും. അടിപൊളിയല്ലേ? മാഷ ഒരേ രീതിക്കാണ് പഠിപ്പിച്ചാണെന്ന് എനിക്കറിയണം. അപ്പോൾ കുഴപ്പമില്ലോ, സ്റ്റെപ്പ് മാറിപ്പോവല്ലോ. ആ സ്റ്റെപ്പ് ഒന്ന് മാറിപ്പോ എല്ലാവരും ഒരുമിച്ച്. അപ്പൊ ഇതിന്റെ പാട്ടുകാരി ആരാണ്? ഇവിടെ നമുക്ക് ഒരുമിച്ച് വരണം. രണ്ടുപേരും ഒരുമിച്ച് ഇവരിവിടെ ഇരുന്നാൽ മതിയോ അല്ലേ? വിനോദ് രാമൻ നമ്മുടെ ക്യാമറാമാൻ പറയണം. ഇവരിവിടെ ഇരുന്നാൽ മതിയോ? ഇവരെ കിട്ടുമല്ലോ അല്ലേ? ആരെ വിളിക്കണ്ടേ? മാഷിനെ വിളിക്കുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞു മുമ്പ്. ധൈര്യമായിട്ടും പാടിക്കുമെന്ന് പറഞ്ഞ. അപ്പം 2 ജില്ലകൾ ഒരുമിച്ചുള്ള മാർഗംകളിയാണ് തൃശ്ശൂരും കണ്ണൂരും. ഒരു മാഷിന്റെ കീഴിൽ 3 ജില്ല എന്നുള്ള കുട്ടികളുണ്ട്. അപ്പം 2 പേരും ഒരുമിച്ച്. മാഷ മറ്റേ ജില്ല എന്ന ആള് ഹൈസ്കൂള് നമുക്കിതിൽ നമ്മൾ പിടുത്തുന്നില്ല. ഇത് ഹയർ സെക്കൻഡറി ആണ് നാളെ. അപ്പം പോണില്ലല്ലോ അവിടുന്ന്. എല്ലാവരും നമ്മൾ എൻജോയിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് തുടങ്ങിയാലോ അല്ല മോളെ? ഞാൻ മൈക്കിങ് തട്ടെ. മൈക്ക് പിടിച്ച് പാടിക്കൊള്ളു. അടുപ്പിച്ച് പിടിച്ച് പാടിക്കൊള്ളു. വിരവിലി വരവു കണ്ടാനന്ദിച്ചു വിദഗ്ധനെന്നുറച്ചുള്ളിലാശ കൊണ്ട് വേസ്താവാരുത്തിരാവാനപ്പോൾ ഇന്ത്യയിടത്ത അഗ്നിജ തിരുമനസാദരാലെ അറിഞ്ഞുടൻ ചടുതിയിലാവനോട് അരുൾ ചെയ്തീത വന്നാശരിയെന്ന് ഇന്ത്യയിടത്ത അവനമരുൾ വഴി കേട്ടിട്ടാക അതു തെളിവരജനിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പന വാചാൽ ഇന്ത്യയിടത്ത വജ്രമിതരുളിയതോർത്തു കേട്ടു അകതരിൽ ഇവരുടെ കോലം കണ്ടു വാക്കുവശത്താലുള്ളു ഞടുങ്ങി ഇന്ത്യയിടത്ത ഭംഗിയതവനിയിൽ വീണു തോമ വരുവതി വിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള തകർതത്തോം തകതോം തികതകതായ തേരി തങ്ങുനിക്ക് തരീണതത്തോം തകതോം തികതകതായ തേരി തങ്ങുനിക്ക് തരീണതോ. ആനന്ദം വരുമാറു മാലാകമാർ തിതരാകാശേ നിന്നിങ്ങു ലോകം ചേർന്നു ആചാര ജഡര മാടക്കും പോലെ തിതരാകായാൽ കൂടി പോതിയുന്നപ്പോൾ അതുപോഴുതണ്ണന്റെ മുമ്പിൽ ചെന്നു തിതരാധാരാൽ നിന്നവൻ കൈകൾ കൂപ്പി കീർത്തിച്ചു വാഴി പോലാറിയിച്ചത് തിതര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തിതര കാൽക്കൽ വീണാഴുതു പീഴയും ചൊല്ലി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ കളിക്കുമ്പോൾ എത്ര മിനിറ്റ് ആണ് ഇതുള്ളൂ? ഇവിടെ നിൽക്കുക. 10 മിനിറ്റ്. ഇതിപ്പോ എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ മെയിൻ ഭാഗങ്ങളല്ലേ? നല്ലല്ലായിരുന്നോ? ഇവിടെ ചോദിക്കട്ടെ. ഇവരുടെ നമുക്ക് അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. പൊളിച്ച്
അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇതിന് മുമ്പ് കലോത്സവത്തിൽ പങ്കെടുത്തു? സ്കൂൾ ലെവലിൽ പങ്കെടുത്തു. ഏത് ഐറ്റത്തിനാണ് പങ്കെടുത്തത്? മാപ്പിളപ്പാട്ട്, ലളിതഗാനം. സംഗൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ചിംഗൃത ധിമിക്കിട മേളം തകതം സരി സരി ഗമ തകൃതത്തിങ്കിണ തുന്തിമി താളം കൃത താളം സംഗൃതമോടെ തിരു സ്വർഗനകത്തെ കുഞ്ചത്തെ സിന്ദിരധരിണി സചിത്രമുത്തൊരു നഞ്ചത്തെ പിൻകതിരോനോ പിൻപാളം കതിരോ നിന്നഞ്ചത്തെ പിന്നീട് മൂടി വര സംഗതി കൊണ്ടൊരു തഞ്ചത്തെ മിന്നുന്നേ മൂടി മന്ദിരകത്ത കറുപ്പ് പരിപ്പും മിന്നുന്നേ മൂടഞ്ഞിട്ടകമിട്ടക കെട്ടിച്ചിട്ടാൽ പിന്നുന്നേ ആണപ്പേഴി മടി വരസിട്ട കാമൂനി വളവത്ത മികാനി സലം വട്ടത്തിൽ വരട്ടത്തിരുമോതകതകച്ചൻ തങ്കത്തിങ്കിന കൃതിക്കിട സംസ്കൃതം കില്ല തകതിനി താളം കൃത ചുഞ്ചുമൃതം സ്വർഗതലമിലെ പലധ്വനി കളിച്ചിരി കൊളലികൾ സംസ്കൃത മമകൾ. സൂപ്പർ, നല്ലൊരു പേര് കേട്ടോ. ഇതാണ് വേണ്ടത്. ഒരു മടിയും കൂടാതെ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ കലോത്സവത്തിൽ പങ്കെടുത്തു, മാപ്പിളപ്പാട്ടിനാണ് പാടിയിരിക്കുന്നവർ, മാപ്പിളപ്പാട്ട് തന്നെ പാടി. ഒത്തിരി സന്തോഷം കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഒരു വൈബ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ പങ്കെടുത്തു അത് ഇവിടെ ഒരു മടിയും കൂടാതെ പാടിയില്ലേ. എവിടെയാണ് താമസം? ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ പഠിച്ചത് NSS കോളേജ് നീറമൺകരയാണ്. അവിടെയാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അതെ. അപ്പോൾ കലോത്സവം കാണാൻ വേണ്ടി? അതെ. അതെ അതെ, നല്ല പ്രോത്സാഹനം ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ താളം പിടിക്കണം, മാപ്പിളപ്പാട്ടിന് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും ഒത്തിരി സന്തോഷം കണ്ടോ. അപ്പം ഗംഭീരമായി കണ്ടു. ഉടൻ തന്നെ അവിടെ ഒരു മാപ്പിളപ്പാട്ട്, ഇവിടെ മാർഗംകളി. ഇതാണ് നമ്മുടെ മതസൗഹാർദ്ദമുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ശരിയല്ലേ? ഇതിൽ പാട്ട് പാടുന്ന ആരാള്? ആരാണ്? വാ, ഒരു പാട്ട് ആദ്യം പാടിക്കേ. ഏത് പാട്ടാ പാടുന്നത്? ഏത്? എനിക്കിഷ്ടമുള്ള വേണ്ടത്. അതാകുമ്പോൾ ഇവർക്ക് താളം പിടിക്കാൻ എളുപ്പ. വേറെ പാടിക്കാം നമുക്ക്. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കാരിങ്കാരിൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കാരിങ്കാരിൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനും തകത്തിതാരോ തകതിനും തകത്തിതാരോ താത്തിനും തക തകതിനും തക തകതിനും തകത്തിതാരോ താത്തിനും തകത്തിതാരോ തകതിനും തകത്തിതാരോ താത്തിനും തക തകതിനും തക തകതിനും തകത്തിതാരോ. ആ ഏ ഓ ആ കണ്ടം പൊട്ടിയടിക്കാൻ കരിപ്പാറകരങ്ങളുണ്ടേ വെള്ളം കോരിക്കൊരി ഉള്ളങ്കിടുങ്ങാത്ത മേലെ കീടങ്ങളുണ്ടേ. കണ്ടം പൊട്ടിയടിക്കാൻ കരിപ്പാറകരങ്ങളുണ്ടേ വെള്ളം കോരിക്കൊരി ഉള്ളങ്കിടുങ്ങാത്ത മേലെ കീടങ്ങളുണ്ട്. തക തക താത്തിനും തകത്തിതാരോ തകതിനും തകത്തിതാരോ താത്തിനും തക തകതിനും തക തകതിനും തകത്തിതാരോ. ആ ഏ ഓ ആ. ഇതാണ് ഞാൻ പാടാന്ന്. ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. പാടാന്ന്. എനിക്ക് ഇതേപോലെ അടിച്ചുപൊളിയൊന്നും ഇല്ല. ഒരു ക്ലാസിക്കൽ പാടാന്ന്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഭാരതത്തിൽ അല്ലേ? ഭാരതത്തിൽ ഹൈപ്പിച്ചോളാണ് പാടാൻ പോണം. പാടാ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. വെള്ളി നീലാനാട്ടിലെ പൗർണമിതൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ രാഗദേവതേ പാൽക്കടലിൻ മംഗതൻ പ്രാണസുധാഗംഗതൻ മന്ത്രജലം വീർത്തിയൻ കണ്ണനേ നീങ്ങുതാ മേഘപ്പൂങ്കാറ്റിൻ്റെ പള്ളിത്തേരേറി നക്ഷത്ര കീഴിൽ വാ ദേവി ആലംബം നീയേ ആധാരം നീയേ
സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം. സൂപ്പർ പാട്ടാട്ടോ, സൂപ്പറായിട്ട് പാടുന്നുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പാടുമ്പോൾ ഇവിടെ ഒരാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ ചേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. ഒന്ന് ചേട്ടൻ ഇങ്ങോട്ട് വരുമോ? കണ്ട, ഈ പ്രായത്തിലും ഇത്ര എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ ഞാൻ തുടക്കം തൊട്ട് കാണുന്നുണ്ട്. പേരെങ്ങനെയാണ് ചേട്ടൻ്റെ? ബഷീർ. ബഷീർ. ബഷീറിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ മുളങ്കാടകത്ത്. കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഞാൻ കണ്ടു. കലോത്സവ ഓർമ്മകളൊക്കെ നല്ല കാണാൻ തന്നെ വന്നാ. ഇത് കാണാൻ വന്ന. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മത്സരത്തിലൊക്കെ പങ്കെടുത്തു? ഇല്ല, വലിയ ഇല്ല, പങ്കെടുത്തിട്ടില്ല. പാടാൻ പറയുന്നോർത്താണ് പറയണത്. ഇല്ല, പാട്ടാൻ പാട്ട് ആസ്വദിക്കും, പാടാൻ ഒക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ല ഇവിടെ? എൻജോയ് ചെയ്ത് ഒരു സന്തോഷം. കഷ്ടമായിരുന്നു, നല്ലതായിരുന്നു, നല്ലതായിട്ട് സൂപ്പറായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് കാണുമായിരുന്നു. ആ ഇക്ക ബഷീർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നാടൻ പാട്ട് പാടിയപ്പോൾ ഒരു ചേട്ടൻ പാട്ട് പാടുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ആ ചേട്ടൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ദേ നിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ. ആ നാടൻ പാട്ട് പാടിക്കണം. ഈ ചേട്ടൻ ചേട്ടൻ ആ നാടൻ പാട്ടൊന്ന് പാടുമോ? നമുക്കറിയത്തില്ല. ഞാൻ പറയാം, അതിൻ്റെ ഒപ്പം താളം പിടിച്ച് പാടുന്ന പോലെ കേട്ടു ആസ്വദിച്ച് കേട്ടപ്പം അത് ആസ്വദിച്ചു. അല്ലാതെ എനിക്ക് പാടാൻ അറിയത്തില്ല. നല്ലപോലെ ആസ്വദിക്കും. ശരിക്കും ആസ്വദിച്ചില്ലേ? സൂപ്പർ. ഇതാണ്. അപ്പം ഈ പാട്ട് പാടാനും കഴിവുള്ളവരൊക്കെ നമുക്ക് അങ്ങനെയാണ്. നമ്മൾ ഈ വേദിയിൽ എല്ലാവർക്കും അവസരം കൊടുക്കുന്നവരാണ്.